അനുഗ്രഹങ്ങൾ നൽകുന്നതിനെക്കുറിച്ചുള്ള ഈ പ്രാർത്ഥന 60 സെക്കൻഡ് നേരത്തേക്ക് ചൊല്ലുക. നിങ്ങളുടെ ഫലം 24 മണിക്കൂറിനുള്ളിൽ വരാം. ആരോടും പറയരുത്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതെന്തും നിർത്തി ഇതിലേക്ക് ശ്രദ്ധിക്കുക. അടുത്ത 60 സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക യാഥാർത്ഥ്യം പൂർണ്ണമായും മാറിയേക്കാം. ഇത് അതിശയോക്തിയല്ല. ഇന്നലെ ഈ വീഡിയോ കണ്ട ഒരാൾക്ക് 24 മണിക്കൂറിനുള്ളിൽ $5000 അപ്രതീക്ഷിതമായി ലഭിച്ചു. അല്ലെങ്കിൽ വർഷങ്ങളോളം കഷ്ടപ്പാടുകൾക്ക് ശേഷം മറ്റൊരാൾക്ക് അവർ കാത്തിരുന്ന ലോൺ ലഭിച്ചു. ഇതൊരു യാദൃശ്ചികതയല്ല, ഭാഗ്യവുമല്ല. ഇത് 60 സെക്കൻഡ് നേരത്തെ ഒരു പ്രാർത്ഥനയുടെ ഊർജ്ജമാണ്. ഇത് വ്യക്തിഗത വളർച്ചയുടെ പ്രശസ്തനായ ഗുരു ബോബ് പ്രോക്ടർ വർഷങ്ങളോളം രഹസ്യമായി സൂക്ഷിച്ച ശേഷം ചുരുക്കം ചിലരുമായി മാത്രം പങ്കുവച്ചതാണ്. ഇതൊരു പക്ഷേ നിങ്ങളോട് ഞാൻ പറയരുതാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ചെറിയ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ ശക്തിയുണ്ട്. ഇതിനൊരു നിബന്ധനയുണ്ട്. ഞാൻ പറയുന്ന ഓരോ ഘട്ടവും അതേപടി പിന്തുടർന്നാൽ മാത്രമേ ഇത് ഫലിക്കൂ. ഒന്നാമത്തെ നിയമം: നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെന്ന് ആരോടും പറയരുത്. നിങ്ങളിത് മറ്റൊരാളുമായി പങ്കുവച്ചാൽ ഊർജ്ജം മങ്ങാൻ തുടങ്ങും. ഇത് വെറുമൊരു ട്രെൻഡോ പൊള്ളയായ വാഗ്ദാനങ്ങളുള്ള മറ്റൊരു ടെക്നിക്കോ അല്ല. ഇത് വ്യത്യസ്തമാണ്, ഇത് ശക്തമാണ്, ഇതിപ്പോൾ തന്നെ ആരംഭിക്കുന്നു. ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ സാമ്പത്തികത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഭാവി എന്താണെന്ന് ചിന്തിക്കുക. ഈ വാചകം നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടാകാം. ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കും. പ്രപഞ്ചത്തിലൂടെ ഒഴുകുന്ന സമൃദ്ധിയുടെ ഊർജ്ജവുമായി ബന്ധപ്പെടാനുള്ള നിങ്ങളുടെ അവസരമാണ് ഈ പ്രാർത്ഥന. പ്രപഞ്ചം നിങ്ങളുടെ ഉദ്ദേശത്തോടും ചിട്ടയോടും വിശ്വാസത്തോടും പ്രതികരിക്കുമെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ മനസ്സിനെ ചുറ്റുമുള്ള അനന്തമായ ഊർജ്ജങ്ങളിലേക്ക് തുറന്നുവിടുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് അതൊഴുകാൻ നിങ്ങൾ അനുവദിക്കുന്നു. ഈ പരിശീലനം ഭാഗ്യത്തെക്കുറിച്ചോ യാദൃശ്ചികതയെക്കുറിച്ചോ അല്ല. ഇത് സ്വീകരിക്കാനുള്ള സ്വാഭാവിക താളത്തിലേക്ക് ട്യൂൺ ചെയ്യുന്നതിനെക്കുറിച്ചാണ്. അതിനാൽ ഈ പ്രാർത്ഥന പൂർണ്ണ വിശ്വാസത്തോടെ പറയുക. ഉള്ളിലെ മാറ്റം അനുഭവിക്കുക. പ്രക്രിയ വികസിക്കാൻ അനുവദിക്കുക. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ എന്ത് സംഭവിക്കുമെന്ന് നിരീക്ഷിക്കുക. നിങ്ങളൊരു അത്ഭുതത്തിനായി പ്രതീക്ഷിക്കുകയല്ല, നിങ്ങൾ അതിനോട് യോജിക്കാൻ തിരഞ്ഞെടുക്കുകയാണ്. ഇന്ന് നമ്മൾ ബോബ് പ്രോക്ടറുടെ പഠിപ്പിക്കലുകളിലേക്ക് കടക്കുകയാണ്. ഇത് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന രീതിയെ മാറ്റിയെഴുതാൻ കഴിവുള്ള അറിവാണ്. തൊഴിൽ, ബിസിനസ്, സാമ്പത്തിക സ്ഥിരത, വ്യക്തിപരമായ സംതൃപ്തി എന്നിവയിലെല്ലാം. പക്ഷേ ഇത് വെറും അറിവിനെക്കുറിച്ചല്ല, അനുഭവത്തെക്കുറിച്ചാണ്. നമ്മൾ ഇപ്പോൾ തന്നെ അത് അനുഭവിക്കാൻ പോകുകയാണ്. നിങ്ങൾ പണത്തിനോ രോഗശാന്തിക്കോ സ്നേഹത്തിനോ വേണ്ടിയാണോ വിളിക്കുന്നത്? ഈ പരിശീലനം പ്രപഞ്ചത്തിലെ ഉയർന്ന ഊർജ്ജങ്ങളുമായി യോജിച്ചു നിൽക്കുന്നതും യഥാർത്ഥ മാറ്റങ്ങൾക്കായി ഇടം തുറക്കുന്നതുമാണ്. നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹിക്കുന്നത് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ "ഞാൻ എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു" എന്ന് ടൈപ്പ് ചെയ്യുക. ഈ മാറ്റം നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം. ഇനി അനുഗ്രഹങ്ങളുടെ മാന്ത്രികതയെക്കുറിച്ച് സംസാരിക്കാം. അനുഗ്രഹിക്കുക എന്നത് ലളിതവും എന്നാൽ ശക്തവുമായ ഒരു പരിശീലനമാണ്. ഇതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് ഊർജ്ജം സംസാരിക്കുക, വളർച്ച, വിജയം, സമൃദ്ധി എന്നിവയെ ക്ഷണിക്കുക എന്നതാണ്. നിങ്ങൾ കൂടുതൽ അനുഗ്രഹിക്കുമ്പോൾ കൂടുതൽ സ്വീകരിക്കാൻ നിങ്ങൾ തുറക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങളുടെ കൈകളെ അവയുടെ ശക്തി, സർഗാത്മകത, സൃഷ്ടിക്കാനുള്ള കഴിവ് എന്നിവയ്ക്കുവേണ്ടി ഞാനിപ്പോൾ അനുഗ്രഹിക്കുന്നു. നിങ്ങളൊരു കാര്യത്തെ അനുഗ്രഹിക്കുമ്പോൾ അതിന് ഊർജ്ജം ലഭിക്കുന്നു. ഒരു പഴയ ഫോൺ പോലെ ഉപയോഗശൂന്യമായ ഒരു വസ്തു പോലും സ്നേഹത്തോടെയുള്ള ശ്രദ്ധയാൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അത് വീണ്ടും ജീവൻ വെച്ചതുപോലെ തോന്നാം. അനുഗ്രഹങ്ങൾ അത്രയേറെ ശക്തമാണ്. അവ വസ്തുക്കളെ മാത്രമല്ല, ആളുകളെയും സാഹചര്യങ്ങളെയും ഫലങ്ങളെയും പുനഃസ്ഥാപിക്കുന്നു. 2 ചെടികളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ രണ്ടിനും ഒരേപോലെ വെള്ളമൊഴിക്കുന്നു. പക്ഷെ ഒന്നിനോട് നിങ്ങൾ ദയയോടെ സംസാരിക്കുമ്പോൾ മറ്റേതിനെ അവഗണിക്കുന്നു. കാലക്രമേണ നിങ്ങൾ സ്തുതിച്ച ചെടി ശക്തവും കൂടുതൽ മനോഹരവുമായി വളരുന്നു, മറ്റേത് വാടിപ്പോകാൻ തുടങ്ങുന്നു. ഈ ലളിതമായ സത്യം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ബാധകമാണ്. നിങ്ങൾ അനുഗ്രഹിക്കുന്ന കാര്യങ്ങൾ തഴച്ചു വളരും. അതിനാൽ നിങ്ങളുടെ സാമ്പത്തികത്തെ അനുഗ്രഹിക്കുക, നിങ്ങളുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കുക, നിങ്ങളുടെ യാത്രയെ അനുഗ്രഹിക്കുക. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതിൽ നിന്ന് പിന്തിരിയരുത്. നിങ്ങൾക്ക് സമാനമായൊരു ബിസിനസ്സുള്ള ഒരാളുണ്ടെന്ന് കരുതുക. ഒരു ചെറിയ കടയോ ഫാർമസിയോ ഹാർഡ്വെയർ സ്റ്റോറോ ആകട്ടെ. അവരെ വിജയത്തിനായി അനുഗ്രഹിക്കുക. കാരണം നമുക്കെല്ലാവർക്കും ആവശ്യത്തിലധികം ഇവിടെയുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ദയയുടെ വിത്തുകൾ നടുന്നു. ആ അനുഗ്രഹങ്ങൾ വർദ്ധിതമായി നിങ്ങളിലേക്ക് മടങ്ങിയെത്തും. സമൃദ്ധി അനന്തമാണ്. നിങ്ങൾ ആരുമായി മത്സരത്തിലല്ല. നിങ്ങൾ ഔദാര്യം, ഊർജ്ജം, വിപുലീകരണം എന്നിവയിൽ തഴച്ചു വളരുന്ന ഒരു പ്രപഞ്ചത്തിലാണ് ജീവിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ ബിസിനസ്സിനെയും പണത്തെയും നിങ്ങളുടെ ജീവിതത്തിൽ മൂല്യമുള്ള എല്ലാ കാര്യങ്ങളെയും അനുഗ്രഹിച്ചുകൊണ്ട് തുടങ്ങുക. നിങ്ങളുടെ സമ്പത്തിനെ ആദരവോടെയും ദയയോടെയും കാണുമ്പോൾ വെല്ലുവിളികൾ നിറഞ്ഞ സമയങ്ങളിലും അത് നിങ്ങളോടൊപ്പം നിൽക്കും. നിങ്ങൾക്ക് കൂടുതൽ എന്താണ് വേണ്ടതെന്ന് വ്യക്തമാക്കുക. നിങ്ങൾക്ക് സാമ്പത്തിക വളർച്ചയാണ് വേണ്ടതെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളുടെ പണത്തെ അനുഗ്രഹിക്കുക. നിങ്ങളുടെ സമ്പത്തിനെക്കുറിച്ച് പോസിറ്റീവായി സംസാരിക്കുക. അത് വലുതായാലും ചെറുതായാലും ഇപ്പോൾ അതിനോട് നന്ദിയോടെയിരിക്കുക.
നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു കാര്യം നടന്നില്ലെങ്കിൽ, ഒരു കച്ചവടം പാളിപ്പോകുകയോ അപ്രതീക്ഷിതമായ തിരിച്ചടി നേരിടുകയോ ചെയ്താൽ പരിഭ്രാന്തരാകരുത്. ഇതൊരു പരാജയമല്ല, മറിച്ച് വഴിമാറിപ്പോകൽ മാത്രമാണ്. പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു കാര്യം സംഭവിക്കാത്തത് അതിലും മികച്ച ഒന്ന് നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കുമെന്നതുകൊണ്ടാണ്. പ്രപഞ്ചം ഒരിക്കലും തിരക്കുകൂട്ടുന്നില്ല. എല്ലാം കൃത്യമായ സമയത്ത് വികസിക്കുന്നു. ഊർജ്ജത്തിന്റെ അദൃശ്യലോകത്തിൽ കാര്യങ്ങൾ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ? അടിയന്തിരമായി ആവശ്യമുള്ള വിഭവങ്ങൾ പ്രകടമാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ശക്തമായ വിദ്യ ഞാൻ പങ്കുവയ്ക്കാം. നിങ്ങൾ സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കുമ്പോൾ ഒന്ന് നിർത്തുക, കണ്ണടയ്ക്കുക, ഒരു ദീർഘശ്വാസമെടുക്കുക. ഇപ്പോൾ അസാധാരണമായ ഒരു കാര്യം ദൃശ്യവൽക്കരിക്കുക. നിങ്ങൾക്ക് വലിയൊരു തുക പണം ലഭിക്കുന്നതായി കാണുക. നിങ്ങളുടെ കൈകളിലും പോക്കറ്റുകളിലും ജീവിതത്തിലും അത് കവിഞ്ഞൊഴുകുന്നു. നോട്ടുകളുടെ ശബ്ദം കേൾക്കുക. നാണയങ്ങളുടെ ഭാരം അനുഭവിക്കുക. ആവശ്യത്തിലധികം ഉണ്ടെന്നതിലൂടെ വരുന്ന സന്തോഷവും സമാധാനവും അറിയുക. വിഷ്വലൈസേഷൻ ശക്തമാണ്. കാരണം നിങ്ങളുടെ തലച്ചോറിന് യാഥാർത്ഥ്യവും ഭാവനയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾ സമൃദ്ധിയിൽ ജീവിക്കുന്നതായി സങ്കൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അത് സംഭവിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഈ വിശ്വാസം നിങ്ങളുടെ ഊർജ്ജത്തിനും ശ്രദ്ധയ്ക്കും പ്രവർത്തനങ്ങൾക്കും ഇന്ധനം നൽകുന്നു. ഇവിടെയാണ് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം റാസ് പ്രവർത്തിക്കുന്നത്. റാസ് തലച്ചോറിന്റെ ഒരു ഫിൽട്ടറാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളിലേക്ക് ഇത് ട്യൂൺ ചെയ്യുന്നു. നിങ്ങൾ സമൃദ്ധിയുള്ളവനാണെന്ന് ആവർത്തിച്ച് കാണുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ആ കാഴ്ചയുമായി യോജിച്ചു നിൽക്കുന്ന അവസരങ്ങളും പരിഹാരങ്ങളും ആശയങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. ഇത് സമ്പത്തിന്റെയും വിജയത്തിന്റെയും കൃത്യമായ ഫ്രീക്വൻസിയിലേക്ക് ഒരു റേഡിയോ ട്യൂൺ ചെയ്യുന്നത് പോലെയാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇതിനകം സൃഷ്ടിച്ചത് ആകർഷിക്കാൻ നിങ്ങൾ തുടങ്ങുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഊർജ്ജം ഒരേ ദിശയിലായി കഴിഞ്ഞു. ഇത് ബോബ് പ്രോക്ടർ കണ്ടെത്തിയ 60 സെക്കൻഡ് മാനസിക പ്രക്രിയയാണ്. ഇത് ഊർജ്ജത്തെ സമൃദ്ധിയുടെയും സാധ്യതകളുടെയും പ്രപഞ്ചപ്രവാഹവുമായി യോജിപ്പിക്കാൻ അനുയോജ്യമാണ്. ഇതൊരു വെറും ആഗ്രഹമല്ല, മറിച്ച് നിങ്ങളുടെ ഊർജ്ജത്തെ സമ്പത്തിന്റെയും സാധ്യതകളുടെയും പ്രവാഹവുമായി യോജിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു ഉപകരണമാണ്. നമുക്ക് ഘട്ടം ഘട്ടമായി ഇത് വിശകലനം ചെയ്യാം. ആദ്യത്തെ 15 സെക്കൻഡ് ശുദ്ധമായ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുക. നന്ദി ലഭിക്കാനുള്ള ഊർജ്ജ ചാനൽ തുറക്കുന്ന താക്കോലാണ്. എന്റെ ജീവിതത്തിലേക്ക് ഇതിനകം ഒഴുകിയെത്തിയ എല്ലാ സമൃദ്ധിക്കും ഞാൻ അത്യധികം നന്ദിയുള്ളവനാണ് എന്ന് പറയുക. ഈ ഘട്ടം നിങ്ങളെ നന്ദിയിൽ ഉറപ്പിക്കുന്നു. അത് കൂടുതൽ അനുഗ്രഹങ്ങളെ ആകർഷിക്കുന്നു. അടുത്ത 20 സെക്കൻഡ് നിങ്ങളുടെ സാമ്പത്തിക ഉദ്ദേശ്യം വ്യക്തമായി പ്രഖ്യാപിക്കുക. കൃത്യമായിരിക്കുക. വ്യക്തതയുള്ളിടത്തേക്ക് ഊർജ്ജമൊഴുകുന്നു. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ ഒരു പ്രത്യേക തുക ഒരു പ്രത്യേക തീയതിക്കുള്ളിൽ സന്തോഷത്തോടും എളുപ്പത്തോടും കൂടി സ്വീകരിക്കുന്നു എന്ന് പറയുക. ഈ വ്യക്തമായ ഉദ്ദേശ്യം പ്രപഞ്ചത്തിന് പ്രതികരിക്കാൻ എന്തെങ്കിലും നൽകുന്നു. തുടർന്നുള്ള 15 സെക്കൻഡ് പണം ഇതിനകം നിങ്ങളുടെ കൈവശമുള്ളതായി ദൃശ്യവൽക്കരിക്കുക. അത് നിങ്ങളുടെ കൈകളിൽ ചിത്രീകരിക്കുക. അതിന്റെ ഘടന, ഭാരം, സാന്നിധ്യം എന്നിവ അനുഭവിക്കുക. അത് ഇതിനകം ലഭിച്ചതിന്റെ സന്തോഷവും സമാധാനവും അനുഭവിക്കുക. ഈ വിഷ്വലൈസേഷൻ നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ഊർജ്ജത്തെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലവുമായി യോജിപ്പിക്കുന്നു. അവസാന 10 സെക്കൻഡ് നിങ്ങളുടെ ഉദ്ദേശ്യം പൂർണ്ണ വിശ്വാസത്തോടെ പ്രപഞ്ചപ്രവാഹത്തിലേക്ക് വിട്ടുകൊടുക്കുക. ഇതിലും നല്ലതോ ആയ ഒന്ന് കൃത്യമായ സമയത്ത് എനിക്കായി ഇപ്പോൾ പ്രകടമാകട്ടെ. നന്ദി, അത് കഴിഞ്ഞു എന്ന് പറയുക. വിട്ടുകൊടുക്കുന്നത് ശക്തമാണ്. ഇത് ഓരോ ഘട്ടവും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനു പകരം പ്രപഞ്ചത്തിന്റെ താളത്തെ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് കാണിക്കുന്നു. ഈ 60 സെക്കൻഡ് ഘടന വെറുമൊരു ദിനചര്യയല്ല, ഇതൊരു പുണ്യമായ താളമാണ്. ഓരോ ഭാഗത്തിനും സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഊർജ്ജവുമായി നിങ്ങളുടെ ആത്മാവിനെ യോജിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്കുണ്ട്. ഓരോ ഘട്ടത്തിനും അർത്ഥമുണ്ട്. നന്ദി വാതിൽ തുറക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനകമുള്ള നന്മയെക്കുറിച്ച് ആത്മാർത്ഥമായി നന്ദിയുള്ളവരാകുമ്പോൾ നിങ്ങളൊരു ശക്തമായ പ്രവാഹം തുറക്കുന്നു. നന്ദി പ്രപഞ്ചത്തോട് പറയുന്നു, ഞാൻ അനുഗ്രഹങ്ങൾ കാണുന്നു, ഞാൻ അവയെ ആദരിക്കുന്നു, ഞാൻ കൂടുതൽ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇത് സ്വീകരിക്കാനുള്ള ഒരവസ്ഥ സൃഷ്ടിക്കുന്നു. പ്രതിരോധമില്ലാതെ സമൃദ്ധിക്ക് നിങ്ങളിലേക്ക് അതിന്റെ വഴി കണ്ടെത്താൻ കഴിയുന്ന ഒരു തുറന്ന മനസ്സാണ് ഇത്. ഈ ഘട്ടം വാക്കുകളേക്കാൾ ഉപരി ഒരു സ്പന്ദനമാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിനെ കൂടുതൽ ആകർഷിക്കുന്ന ഒരു കാന്തിക സിഗ്നലാണ് ഇത്. വ്യക്തത ഉദ്ദേശ്യം സ്ഥാപിക്കുന്നു. നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്ന് ഇവിടെ നിങ്ങൾ വ്യക്തമായും ആത്മവിശ്വാസത്തോടെയും പ്രഖ്യാപിക്കുന്നു. വ്യക്തമായിരിക്കുക. ഉറച്ച ബോധ്യത്തോടെ സംസാരിക്കുക. നിങ്ങൾക്ക് ഒരു നിശ്ചിത തുക പണമോ ഒരു ജോലി അവസരമോ സാമ്പത്തിക സ്ഥിരതയോ ഒരു പ്രത്യേക സമയത്തിനകം ആവശ്യമുണ്ടെങ്കിൽ അത് ഉറപ്പോടെ പറയുക. നിങ്ങളുടെ ഊർജ്ജം കേന്ദ്രീകരിക്കപ്പെട്ടതും നേരിട്ടുള്ളതുമാകുമ്പോൾ പ്രപഞ്ചം ശ്രദ്ധിക്കുന്നു. ഇത് ഒരു പ്രകാശരശ്മി ലക്ഷ്യമിടുന്നത് പോലെയാണ്. ലക്ഷ്യം എത്രത്തോളം വ്യക്തമാണോ അത്രത്തോളം അതിന്റെ സ്വാധീനം ശക്തമായിരിക്കും. നിങ്ങൾ വെറുതെ ആഗ്രഹിക്കുകയല്ല, പ്രഖ്യാപിക്കുകയാണ്. പ്രപഞ്ചത്തോട് നിങ്ങൾ നിങ്ങളുടെ ഓർഡർ നൽകുകയാണ്. വിഷ്വലൈസേഷൻ അതിന് ഊർജ്ജം നൽകുന്നു. ഇപ്പോൾ നിങ്ങൾ അത് ഇതിനകം ലഭിച്ചതിന്റെ അനുഭവത്തിലേക്ക് കടക്കുന്നു. നിങ്ങൾ അത് കാണുന്നു, അനുഭവിക്കുന്നു, കേൾക്കുന്നു. പണം നിങ്ങളുടെ കൈകളിലിരിക്കുന്നത് ചിത്രീകരിക്കുക.
പുതിയ നോട്ടുകളുടെ ഗന്ധമറിയുക, അല്ലെങ്കിൽ നാണയങ്ങളുടെ നേരിയ കിലുക്കം കേൾക്കുക. നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റപ്പെട്ടതുകൊണ്ട് പുഞ്ചിരിക്കുന്നതും ശാന്തനും ആശ്വാസത്തിലായിരിക്കുന്നതും ദൃശ്യവൽക്കരിക്കുക. ഇത് ഒരു ഭാവനയല്ല, നിങ്ങളുടെ യാഥാർത്ഥ്യത്തിനായുള്ള ഒരു പരിശീലനമാണ്. മനസ്സിന് യഥാർത്ഥവും സജീവമായി സങ്കൽപ്പിച്ചതുമായ അനുഭവങ്ങൾ തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ല. അതിനാൽ ശക്തമായ വികാരങ്ങളോടെ നിങ്ങൾ ദൃശ്യവൽക്കരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരവും ഊർജ്ജവും അത് ഇതിനകം സംഭവിക്കുന്നതുപോലെ പ്രതികരിക്കുന്നു. നിങ്ങളുടെ ഫ്രീക്വൻസി നിങ്ങൾക്കാവശ്യമായതുമായി യോജിപ്പിക്കുന്നു. നിങ്ങളുടെ ഫ്രീക്വൻസിയുമായി പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു. വിട്ടുകൊടുക്കുന്നത് അതിനെ വളരാൻ അനുവദിക്കുന്നു. നിങ്ങൾ വിട്ടുകൊടുക്കുന്ന അവസാന ഭാഗമാണ് ഇത്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യം അറിയിച്ചു, ഫലം ദൃശ്യവൽക്കരിച്ചു. ഇപ്പോൾ വിശ്വസിക്കുക, അത് ഇതിനകം നിങ്ങൾക്കായി ക്രമീകരിക്കപ്പെടുന്നുവെന്ന് വിശ്വസിക്കുക. മുറുകെ പിടിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതെങ്ങനെ വരുമെന്ന് വിഷമിക്കേണ്ടതില്ല. നിയന്ത്രിക്കാനുള്ള ആവശ്യം വിട്ടുകളയുക. ജീവിതം വികസിക്കാൻ അനുവദിക്കുക. ഇതോ ഇതിലും മികച്ചതോ ആയ ഒന്ന് കൃത്യമായ സമയത്ത് എന്നിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുക. വിട്ടുകൊടുക്കുക എന്നാൽ ഉപേക്ഷിക്കുക എന്നല്ല, മറിച്ച് പ്രക്രിയ പ്രവർത്തിക്കാനായി വഴിമാറിക്കൊടുക്കുക എന്നതാണ്. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശ്യത്തെ വിശ്വാസമാക്കി മാറ്റുന്നത്, നിങ്ങളുടെ ഊർജ്ജത്തെ പ്രവാഹമാക്കി മാറ്റുന്നത്. അതിനാൽ ഈ പ്രക്രിയ തുടങ്ങട്ടെ. നിങ്ങളുടെ മനസ്സും ശരീരവും ഊർജ്ജവും ലക്ഷ്യബോധത്തോടെ നീങ്ങട്ടെ. കാരണം സമൃദ്ധിയുടെ പാത നിങ്ങളുടെ കാൽക്കീഴിൽ ഇതിനകം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വെറും പണത്തെക്കുറിച്ചല്ല, ഇത് നിങ്ങളുടെ മനസ്സിനെയും ഊർജ്ജത്തെയും പ്രവർത്തനങ്ങളെയും ഒരു വലിയ ലക്ഷ്യബോധത്തോടും പ്രവാഹത്തോടും കൂടി യോജിപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. സമൃദ്ധി നിങ്ങളുടെ സ്വാഭാവിക അവസ്ഥയാണ്. നിങ്ങളത് അവകാശപ്പെടാനായി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് സുഖമായി കിടക്കുന്നതായി സങ്കൽപ്പിക്കുക. എല്ലാം ശാന്തവും സുരക്ഷിതവും സമാധാനപരവുമാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ അടുത്ത് ഒരു പണക്കൂമ്പാരം ദൃശ്യവൽക്കരിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കാനുള്ള കഴിവിനെയും പ്രതിനിധീകരിക്കുന്ന ഒരു വലിയ കൂമ്പാരം. ഇത് സമ്പത്തിനേക്കാൾ ഉപരി സ്വാതന്ത്ര്യമാണ്, ലാളിത്യമാണ്, ഔദാര്യമാണ്. ഒരു ദീർഘശ്വാസമെടുക്കുക. മനസ്സിൽ അതിലേക്ക് കൈനീട്ടുക. അതിൽ സ്പർശിക്കുക. ആവേശം, ആശ്വാസം, സന്തോഷം എന്നിവ അനുഭവിക്കുക. പേപ്പറിന്റെ ഗന്ധം അറിയുക. ഓരോ നോട്ടും എണ്ണുമ്പോൾ ഉണ്ടാകുന്ന നേരിയ ശബ്ദം കേൾക്കുക. നിങ്ങൾ വെറും സങ്കൽപ്പിക്കുകയല്ല, നിങ്ങൾ അത് അനുഭവിക്കുകയാണ്. നിങ്ങളുടെ നാഡീവ്യൂഹം ഇപ്പോൾ ഈ യാഥാർത്ഥ്യത്തോട് പ്രതികരിക്കുന്നു. നിങ്ങൾ എണ്ണുമ്പോൾ സമാധാനം നിങ്ങളെ മൂടുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ ഭാരം നീങ്ങുന്നു. ഓർക്കുക, നിങ്ങളുടെ ശക്തി നിങ്ങളുടെ കൈകളിലാണ്. ഈ വിഷ്വലൈസേഷൻ എല്ലാ ദിവസവും പരിശീലിക്കുക. നിങ്ങളുടെ കാഴ്ചപ്പാട് പൂർണ്ണമായ സമയത്ത് യാഥാർത്ഥ്യമാക്കാൻ പ്രപഞ്ചം തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുവെന്ന് വിശ്വസിക്കുക. ഈ പാതയിലൂടെ നടക്കുമ്പോൾ ഈ സത്യം മനസ്സിൽ സൂക്ഷിക്കുക. സമൃദ്ധി എന്നത് പണത്തെക്കുറിച്ചുള്ളതല്ല, മറിച്ച് സമാധാനം, ലക്ഷ്യം, സന്തോഷകരമായ സ്വാതന്ത്ര്യം എന്നിവയോടെയുള്ള ജീവിതത്തെക്കുറിച്ചാണ്. നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി തുറന്നു നിൽക്കുക. ഇത് നിങ്ങൾക്ക് സഹായകമായെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കണ്ടതിന് നന്ദി. എപ്പോഴും ഓർക്കുക, സമ്പത്തിലേക്കുള്ള പാത നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തുടങ്ങുന്നു.